എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് ഒരു സന്തോഷ വാർത്ത കൂടിയാണ്. നമ്മുടെ ചാനൽ അങ്ങനെ മോണിറ്റൈസേഷനായി. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ ചങ്കുകൾക്കും ആണ് അതിൻ്റെ ക്രെഡിറ്റ്. അപ്പോൾ ഇത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ആളുകൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത് വരെ ആ ഒരു പ്രോസസ്സിനെ കുറിച്ചാണ്. എൻ്റെത് ഓൾറെഡി ഞാൻ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ എന്നുള്ളത് പറയാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുക. പല ആളുകൾക്കും യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അവരെന്തെങ്കിലും ഷോർട്സ് വീഡിയോസ് അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ഇതിൽ നിന്ന് എങ്ങനെ വരുമാനം കിട്ടുന്നുള്ള കാര്യം പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ അതിന് കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങൾ, സ്റ്റെപ്സുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഒരു ചാനൽ തുടങ്ങാൻ ആദ്യം വേണ്ടത് ഒരു മെയിൽ ഐ ഡിയാണ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോണിലോ ലാപ്ടോപ്പിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ചാനൽ തുടങ്ങാൻ പറ്റും. നമ്മുടെ മെയിൽ ഐ ഡിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചാനൽ ഓപ്പൺ ചെയ്യും. എന്നിട്ട് ചാനലിൽ നല്ലൊരു പേര് കൊടുക്കും. അപ്പോൾ തുടക്കത്തിലൊന്നും നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മുടെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സെർച്ചിങ്ങിൽ വരില്ല. അപ്പോൾ നമ്മൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചാനലിൻ്റെ പേരടിച്ച് നോക്കുമ്പോൾ ചാനൽ വരുന്നില്ല, എന്താണ്. അപ്പോൾ അത് നമ്മൾ കീവേഡ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചാനലിൻ്റെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് റെക്കമെൻഡേഷനിലൊക്കെ കാണിക്കുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചാനൽ ക്രിയേറ്റ് ചെയ്തു. ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആകാൻ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മിനിമം 1000 സബ്സ്ക്രൈബേഴ്സ് വേണം. അതുപോലെ തന്നെ 4000 വാച്ച് അവർ വേണം. 4000 വാച്ച് അവർ എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അറിയില്ല. അതായത് നമ്മളുടെ ചാനലിലെ വീഡിയോസ് 4000 മണിക്കൂർ ഒരു വർഷത്തിനുള്ളിൽ ആളുകൾ കണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ ജനുവരി 1 തുടങ്ങി 2025. അടുത്ത ജനുവരി 31 ആകുമ്പോൾ, ഡിസംബർ 31 ആകുമ്പോൾ നമ്മളുടെ ചാനൽ 1 ഇയർ ആയി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ച് അവറും നമ്മൾ ചാനൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ വരുള്ളൂ. ഇനി അടുത്ത ജനുവരി 1 നമ്മളുടെ ചാനൽ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ ദിവസത്തിൻ്റെത് നമ്മളത് കട്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ആദ്യത്തെ ഓരോ ദിവസം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴും 1 ഇയർ എപ്പോഴും റണ്ണിങ്ങിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ 1 ഇയറിൻ്റെ ഒരു കണക്ക്. എന്തെങ്കിലും ആളുകൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യും, ഒരു അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ് നമ്മുടെ ചാനൽ മൊത്തം ചെയ്തിട്ട് അത് നോക്കി എല്ലാം ക്ലിയർ ആണോ, കാര്യങ്ങളുണ്ടോ, നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും കോപ്പി റൈറ്റ് ഉണ്ടോ, വേറെ ആരുടെയും നമ്മൾ കോപ്പി ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂട്യൂബ് എന്ത് ചെയ്യും, നോക്കും. അങ്ങനെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവും. മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് മാത്രമായില്ല, അപ്പോഴും വരുമാനം നമുക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തൂല. മോണിറ്റൈസേഷൻ ആയ ശേഷം നമുക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് ഉണ്ട്. അത് നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആയതുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യും, വരുമാനം കിട്ടൂല. നമ്മളുടെ വീഡിയോയിൽ പരസ്യം വരുന്നതിനനുസരിച്ചാണ് ആഡ്സ് വരണം. അത് വരുന്നതിനനുസരിച്ചാണ് നമുക്ക് നമ്മുടെ ചാനലിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യുക, വരുമാനം ലഭിക്കുക. അപ്പോൾ അതിന് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയ ശേഷം നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്. അത് നമ്മുടെ ക്രോമിൽ ഗൂഗിൾ ആഡ്സെൻസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ കാണാൻ പറ്റും. അതിൽ നമ്മുടെ മെയിൽ ഐ ഡി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ നമ്മളുടെ പേര് വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് നമ്മളുടെ വീഡിയോസിൻ്റെ ഉള്ളിൽ ആഡ് വരുള്ളൂ, അതായത് പരസ്യങ്ങൾ വരുള്ളൂ. ഈ പരസ്യങ്ങൾ വന്നിട്ട്
അപ്പോൾ പല ആളുകളും ചോദിക്കും യൂട്യൂബിൽ എങ്ങനെയാണ് വരുമാനം, യൂട്യൂബ് എങ്ങനെയാണ് വരുമാനം കൊടുക്കുന്നത്. സത്യത്തിൽ യൂട്യൂബ് വരുമാനം കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൽ 2-3 ആഡുകൾ ഉണ്ടാവും. അത് ഓരോ കമ്പനികളാണ്, ഈ ഓരോരോ കമ്പനികളുടെ ആഡുകളാണ് വരുന്നത്. അപ്പോൾ ഈ കമ്പനികളുടെ ആഡ് നമ്മളുടെ വീഡിയോയിലൂടെ പല ആളുകൾ കാണുമ്പോൾ അതിനാണ് കമ്പനി എന്ത് ചെയ്യുക, പൈസ യൂട്യൂബിന് കൊടുക്കുന്നത്. അപ്പോൾ യൂട്യൂബ് അതിൻ്റെ നല്ലൊരു ഷെയർ എടുത്തിട്ട് ബാലൻസ് പൈസയാണ് നമ്മൾക്ക് തരുന്നത്. അല്ലാതെ പല ആളുകൾക്കും അറിയൂലത് എങ്ങനെയാണ് യൂട്യൂബ് പൈസ കൊടുക്കുന്നത്. യൂട്യൂബിന് കമ്പനികൾ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ വീഡിയോയിൽ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സാധാരണ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ പിന്നെ ഈ പരസ്യമോ കാര്യങ്ങളൊന്നും വരുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ പരസ്യം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ആയ ശേഷം അത് ചെയ്ത് ഏകദേശം ഒരു 10-15 ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് ഒരു പിൻകോഡ്, അതായത് വെരിഫിക്കേഷൻ കോഡ്, പിൻകോഡ്, ഒരു 6 അക്ക നമ്പർ യൂട്യൂബ് തന്നെ നമ്മളുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരും. ആ അഡ്രസ്സിലേക്ക് അയച്ചു തരുമ്പോൾ ആ കോഡ് നമ്മൾ എന്ത് ചെയ്യണം, ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ടിൽ കൊടുത്ത് അങ്ങനെ നമ്മൾ വെരിഫൈ ചെയ്ത ശേഷം എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഇതിന് മുന്നേ ഇട്ട വീഡിയോസിന് കംപ്ലീറ്റ് നമ്മൾ ആ ഇട്ട വീഡിയോസിൻ്റെ കംപ്ലീറ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, പൈസ വരുമാനം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിടും. അപ്പോൾ അതിൽ $, ചിഹ്നം പോലെ കാണും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അതിന് മുന്നേ നമ്മൾ എത്ര പഴയ വീഡിയോ ആണെങ്കിലും നമ്മൾ ചെയ്ത ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും കാണുന്നതിനനുസരിച്ച് ക്യാഷ് വരും. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടും കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. അങ്ങനെ വെരിഫിക്കേഷൻ കഴിഞ്ഞു, ബാക്കിയെല്ലാം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ അക്കൗണ്ട്സ് ടാക്സേഷൻ ഉണ്ട്, നമ്മുടെ പാൻ കാർഡ്, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, നമ്മുടെ വരുമാനം വരാനുള്ള ഏതിലാണോ അത്, പിന്നെ നമ്മുടെ ബാങ്കിൻ്റെ സ്വിഫ്റ്റ് കോഡ്, അങ്ങനെ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾക്ക് കമൻ്റായിട്ട് ഈ വീഡിയോയിൽ താഴെ കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ അവസാനം ഏകദേശം 1 വർഷത്തിന് ശേഷം മോണിറ്റൈസേഷനായി. അപ്പോൾ അതിൻ്റെ സന്തോഷം കൂടെ ഒന്ന് പങ്കുവെക്കാതെ രീതിയിലാണ് വീഡിയോയിൽ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ പോലെയുള്ള ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇഷ്ടംപോലെ ആളുകൾ സക്സസ് ആയിട്ടുണ്ട്. കുറേ ആളുകളോട് ചോദിച്ചാൽ പറയുക, അത് പണ്ട് കൊറോണയുടെ സമയത്ത് അങ്ങനെയൊന്നുമില്ല. ഇപ്പം എൻ്റെ ചാനലിപ്പോൾ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ഏകദേശം 5K സബ്സ്ക്രൈബർ ആകാനായി. എൻ്റെ ചാനലിപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ. നമുക്ക് എപ്പോൾ ചാനൽ തുടങ്ങിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിലൊന്നും ഒരു വിഷയമില്ല. പിന്നെ സീരിയസ് ആയിട്ട് ചെയ്യുക, നല്ല വീഡിയോസ് ഇടുക, നല്ല കണ്ടന്റ് ഇടുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓക്കെ, ബൈ.